നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുതലമുറയെ ഏറെ ആകർഷിച്ച പ്രഖ്യാപനമായിരുന്നു വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ അനുമതി നൽകും എന്നത്. വി ഡി സതീശന്റെ പ്രഖ്യാപനവും UDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനവും കൂടിയായപ്പോൾ അതേറെ ശ്രദ്ധ നേടി. പിള്ളേര് മോഡിഫൈ ചെയ്യട്ടെ എന്ന് അടിക്കുറിപ്പോടെ സംഭവം സൈബറിടത്തിൽ വൈറലാകുകയും ചെയ്തു. എന്നാൽ ഇനി കാര്യത്തിലേക്ക് വരാം. പിള്ളേർക്ക് പൂക്കി CM കൊടുത്ത വാഗ്ദാനം നടപ്പാക്കുക അത്ര എളുപ്പമാണോ? അല്ല. പുതിയ മുഖ്യമന്ത്രി കുറച്ച് വെട്ടി വിയർക്കുമെന്ന് അർത്ഥം. കേന്ദ്ര മോട്ടോർ വാഹന നിയമവും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒന്നും ഇക്കാര്യത്തിൽ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പമല്ല. റോഡ് സുരക്ഷയും പരിസ്ഥിതിയും പരിഗണിക്കാതെയുള്ള ഒരിളവും നിയമം അനുവദിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയിട്ടുമുണ്ട്. വാഹന നിർമ്മാതാക്കൾ അനുവദിക്കുന്നതിനപ്പുറമുള്ള ഒരു രൂപമാറ്റവും അനുവദിക്കാനാകില്ല എന്നാണ് 1988 മോട്ടോർ വാഹന നിയമം വകുപ്പ് 52 പറയുന്നത്. കേരള മോട്ടോർ വാഹന ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളിലെ രൂപമാറ്റത്തിന് അനുമതി നൽകിയ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് തള്ളി 2019 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഇക്കാര്യത്തിൽ നിർണായകമാണ്. മൂന്നാറിൽ ടൂറിസ്റ്റുകൾക്കായി KSRTC നിരത്തിലിറക്കിയ ഡബിൾ ഡെക്കർ ബസിൽ ഒരു ഹെഡ്ലൈറ്റ് അധികമായി വെച്ചത് നീക്കം ചെയ്യാൻ ഹൈക്കോടതി മുൻപ് ഉത്തരവിട്ടിരുന്നു. ഇതൊക്കെ മറികടന്ന് എങ്ങനെ മോഡിഫിക്കേഷൻ സാധ്യമാകും എന്നാണ് നിയമ വിദഗ്ധർ ചോദിക്കുന്നതും അതിനുവേണ്ടി ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നതും. അപകടമുണ്ടായാൽ ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കാനും മോഡിഫിക്കേഷൻ കാരണമാകാമെന്ന് ഹൈക്കോടതി അഭിഭാഷകനും KSRTC സ്റ്റാൻഡിംഗ് കൗൺസിലുമായ ദീപു തങ്കൻ പറയുന്നു. മോട്ടോർ വാഹന നിയമം വകുപ്പ് 52 പറയുന്നത് നമുക്ക് നോക്കാം. വാഹന നിർമ്മാതാക്കൾ അനുവദിക്കുന്നതിനപ്പുറമുള്ള ഒരു രൂപമാറ്റവും അനുവദിക്കരുത്. രൂപമാറ്റത്തിന് അനുവാദം നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിനാണ് അധികാരം. സംസ്ഥാനത്തിനുള്ളത് പരിമിതമായ അധികാരമാണ്. അതായത് അധികാരമുണ്ട്, പക്ഷേ വളരെ പരിമിതമാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. 2000 നിയമ ഭേദഗതിയിലും രൂപമാറ്റത്തിനപ്പുറം പരിഗണന നൽകിയത് റോഡ് സുരക്ഷയ്ക്കും മലിനീകരണം തടയുന്നതിനുമാണ്. ടയറിന്റെ മാറ്റം പോലും അനുവദിച്ചില്ല. 2019 സുപ്രീം കോടതി പറഞ്ഞതുകൂടി നമുക്കൊന്ന് നോക്കണം. മോഡിഫിക്കേഷൻ തടഞ്ഞ 2006 കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂല ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് രൂപമാറ്റത്തെ വിലക്കുന്നു. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് 52 മറികടക്കുന്ന ചട്ടം സംസ്ഥാനത്തിന് ഉണ്ടാക്കാനാകില്ല എന്നായിരുന്നു അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. തുടർന്ന് സുപ്രീം കോടതി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളടക്കം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിവിധ ഏജൻസികൾ നടത്തുന്ന പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് പാസ്സായ ശേഷമാണ് നിരത്തിലിറക്കുന്നത്. പിന്നീട് ഈ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ അനുവദിക്കാനാകില്ല എന്നാണ് നിയമം. ഇനി ഇതൊട്ടും നടക്കില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിയമക്കുരുക്കുകൾ ഒഴിവാക്കി ഇതെങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്ന ആലോചനയിലാണ് ഗതാഗത വകുപ്പ്. അപകടകരമായ രൂപമാറ്റമേത്, അല്ലാത്തതേത് എന്ന് പട്ടിക തയ്യാറാക്കുകയാണെന്ന് ഗതാഗത കമ്മീഷണർ പറഞ്ഞു. അനുവദിക്കാവുന്ന രൂപമാറ്റങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. കേന്ദ്ര നിയമം അനുസരിച്ചാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിയമം നിർമ്മിക്കാനാവില്ല. അപകടകരമല്ല എന്ന് കണ്ടെത്തിയ രൂപമാറ്റങ്ങൾ അനുവദിച്ചും അവയ്ക്ക് പിഴ ഈടാക്കണ്ട എന്ന് വ്യക്തമാക്കിയും വകുപ്പ് തല ഉത്തരവിറക്കാം. കേന്ദ്ര നിയമത്തിലുള്ള ലംഘനങ്ങൾക്ക് പിഴ എങ്ങനെ ഈടാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ പലതും ഇപ്പോൾ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് വകുപ്പിന് മുന്നിലുള്ളത്. നിയമപ്രകാരം എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നുകൂടി നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ടോപ്പ് മോഡലിന്റെ ടയർ സൈഡിലേക്ക് ബേസ് വേരിയന്റിന്റെ ടയർ അപ്സൈസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. കാരണം ഉയർന്ന മോഡലിന്റെ ടയർ സൈസ് പ്രകാരം ടെസ്റ്റിംഗ് ഏജൻസിയുടെ അംഗീകാരം ആ വാഹനത്തിന് ലഭിച്ചതാണ്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയറുകൾ റോഡിൽ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. വീതി കൂടിയ ടയറുകൾ ഉപയോഗിക്കുമ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള മഡ് ഫ്ലാപ്പുകൾ ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ്. അലോയ് വീല് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ, ഒരു മോഡലിന്റെ ടോപ്പ് വേരിയന്റിൽ ഉപയോഗിക്കുന്ന അലോയ് 60 ഇഞ്ചിൻ്റേതും ബേസ് വേരിയന്റിൽ 40 ഇഞ്ച് ഡിസ്കുമാണെങ്കിൽ ബേസ് മോഡലിൽ 16 ഇഞ്ച് അലോയ് ഉപയോഗിക്കുന്നതിൽ നിയമപരമായി തെറ്റില്ല. എന്നാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ ആകരുതെന്ന് മാത്രം. ഇനി സ്റ്റിക്കർ ഒട്ടിക്കാമോ? ചെറുപ്പക്കാരിൽ എല്ലാവരുടെയും ഒരു ആവശ്യം ഇതാണ്. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്
ഒരു പുത്തൻ ലുക്കിൽ വണ്ടി ഇറക്കുക, കണ്ടാൽ എല്ലാവരും ഒന്ന് നോക്കണം, ഞങ്ങളുടെ വണ്ടി ഒന്ന് റോഡിലൂടെ പോകുമ്പോൾ എല്ലാവരുടെയും കണ്ണ് ഞങ്ങളുടെ കാറിലായിരിക്കണം, വാഹനത്തിലായിരിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കണം. പക്ഷേ അതിന് അനുമതിയുണ്ടോ? ഫ്രണ്ട് വിൻഡ് ഗ്ലാസുകളിൽ മുൻകാഴ്ച തടസ്സപ്പെടുത്തുന്ന സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ പാടില്ല. ഗ്ലാസിൽ സ്റ്റിക്കർ പതിപ്പിക്കുമ്പോൾ കാറിനുള്ളിൽ ഇരിക്കുന്നവരുടെ കാഴ്ചയെ മറയ്ക്കരുത് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. വെയിൽ തടയുന്ന ഫിലിം വാഹന ഗ്ലാസിൽ ഒട്ടിക്കാം. വിൻഡോ ഗ്ലാസിന്റെ സുതാര്യതയെ തടസ്സപ്പെടുത്തരുത് എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നിശ്ചിത അളവിൽ സുതാര്യതയുള്ള പ്ലാസ്റ്റിക് ഫിലിം വാഹനങ്ങളുടെ മുൻപിൽ ഗ്ലാസുകളിലും വശങ്ങളിലും ഒട്ടിക്കാമെന്ന് വ്യക്തമാക്കുന്ന ഭേദഗതി കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ 2021 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്നത്. മുൻപിലെ ഗ്ലാസുകളിൽ 70%, സൈഡ് ഗ്ലാസുകളിൽ 50% എന്നിങ്ങനെയെങ്കിലും പ്രകാശം കടന്നു പോകണമെന്ന കേന്ദ്ര മോട്ടോർ വാഹന നിയമ വ്യവസ്ഥ പ്രകാരമായിരുന്നു ഉത്തരവ്. വാഹന നിർമ്മാതാവ് ഈ മാനദണ്ഡ പ്രകാരമാകണം ഗ്ലാസുകൾ നിർമ്മിക്കേണ്ടത്. മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടം 100-ൽ ഗ്ലേസിംഗ് മെറ്റീരിയൽ ഒട്ടിച്ചാലും മുൻപിൽ ഗ്ലാസുകളിലൂടെ കുറഞ്ഞത് 70%, വശങ്ങളിലെ ഗ്ലാസുകളിലൂടെ കുറഞ്ഞത് 50% പ്രകാശം കടന്നു പോകണമെന്നാണ് മാനദണ്ഡം. ഈ മാനദണ്ഡം പാലിക്കുന്ന ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സ് ഒട്ടിക്കുന്നത് നിയമവിരുദ്ധമല്ല. ഇനി നമ്പർ പ്ലേറ്റ് കൂടി നോക്കാം. 2019 ഏപ്രിൽ 1 മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വാഹനങ്ങളിലും നിയമപ്രകാരം അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നത്. വാഹനത്തിന്റെ ഡീലർമാർ തന്നെ ഇത് വാഹനത്തിൽ ഫിറ്റ് ചെയ്ത് നൽകണം. ഒരിക്കൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് വാഹനത്തിന്റെ മുൻപിലും പിൻപിലും ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് വാഹൻ സൈറ്റിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ RC പ്രിന്റ് എടുക്കാൻ സാധിക്കൂ. എന്തെങ്കിലും കാരണവശാൽ നമ്പർ പ്ലേറ്റിന് തകരാർ സംഭവിച്ചാൽ മോട്ടോർ വാഹന വകുപ്പിന് രേഖാമൂലം അപേക്ഷ നൽകിയാൽ മാത്രമേ പുതിയ നമ്പർ പ്ലേറ്റ് അനുവദിക്കൂ. അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് മനഃപൂർവ്വം കേടുവരുത്താൻ ശ്രമിച്ചാൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വരെ റദ്ദാക്കാം. ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് അല്ലാത്ത നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനങ്ങളിൽ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിയിരിക്കണം. നമ്പർ പ്ലേറ്റിൽ വിവിധ നിറങ്ങളിലുള്ള അക്ഷരങ്ങൾ, പേര് തുടങ്ങിയവയൊന്നും രേഖപ്പെടുത്താൻ പാടില്ല. നമ്പറുകൾ പേരാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം പ്രദർശിപ്പിക്കുന്നതും കുറ്റകരമാണ്. ഇക്കാര്യങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ കേരള ഹൈക്കോടതിയുടെ ഉത്തരവിലും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി സൈലൻസർ. വ്യത്യസ്ത സൗണ്ട് നോട്ടുകളുള്ള മെഗാ സൈലൻസർ, ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ ഉപയോഗിച്ച് മോഡിഫിക്കേഷൻ നടത്തുന്നവരുണ്ട്. ഒരു വാഹനത്തിന് മറ്റൊരു വാഹനത്തിന്റെ ഫീച്ചറുകളുള്ള പാർട്സുകൾ ഉപയോഗിക്കുന്നത് അനുവദനീയമല്ല. ഇത്തരത്തിൽ സൈലൻസർ മാറ്റിവെച്ചാൽ വാഹനം വകുപ്പ് പിടിച്ചെടുക്കുകയും ചെയ്യും. സ്ഥിരമായി വരുന്ന ചോദ്യമാണ്, ഹാർലി പോലുള്ള സൂപ്പർ ബൈക്കിൽ ശബ്ദം വരുന്ന സൈലൻസർ ഉപയോഗിച്ചാൽ മോട്ടോർ വാഹന വകുപ്പിന് പ്രശ്നമില്ല. എന്നാൽ സാധാരണക്കാരന്റെ വണ്ടിയാണെങ്കിൽ പിഴ ഈടാക്കുകയും ചെയ്യും. അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് കൂടി നമ്മളൊന്ന് നോക്കണം. ഏതൊരു വാഹനവും നിർമ്മിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ സൈലൻസർ, ശബ്ദം, വായു മലിനീകരണ തോത് തുടങ്ങിയവ ടെസ്റ്റിംഗ് ഏജൻസിയെ കൊണ്ടൊക്കെ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷമാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. ഹാർലി പോലുള്ള വാഹനങ്ങളിൽ ശബ്ദം ഉണ്ടാകുന്നു എന്ന് തോന്നുമെങ്കിലും ശബ്ദവായു മലിനീകരണ നിയമങ്ങൾ അനുശാസിക്കുന്ന സൈലൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെയുള്ളവ മറ്റു വാഹനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ മലിനീകരണ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതിനാലാണ് ഇത്തരം മാറ്റങ്ങൾ മറ്റു വണ്ടികളിൽ ഉപയോഗിക്കുന്നത് അനധികൃതവും കുറ്റകരവുമാകുന്നത്. ഇനി സ്നോർക്കൽസ്. ഇൻബിൽറ്റായി സ്നോർക്കൽ പിടിപ്പിച്ചു വരുന്ന വാഹനങ്ങളിൽ കുഴപ്പമില്ല. ആക്സസറീസായി ഫിറ്റ് ചെയ്യാൻ പാടില്ല. വാഹനത്തിന്റെ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയ അംഗീകാര സർട്ടിഫിക്കറ്റിൽ ഇല്ലാത്ത ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് മോട്ടോർ വാഹന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്. ഹൈ ബീം ലൈറ്റ്. നിയമപ്രകാരം എതിരെ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവറുടെ കാഴ്ചയെ മറയ്ക്കുന്ന വിധം ഹൈ ബീം ലൈറ്റ് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. രാത്രി യാത്രകളിൽ അപകട സാധ്യത ഇത് വർദ്ധിപ്പിക്കും. വാഹന നിർമ്മാതാക്കൾ നിർദ്ദേശിക്കുന്ന ലൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബുൾബാർ പുഷ് ബമ്പർ. മോട്ടോർ വാഹനങ്ങൾക്ക് ഫൈബർ കൊണ്ടുള്ള ബമ്പറാണ്. വാഹനത്തിന്റെ മുന്നിൽ ബുൾബാർ ഘടിപ്പിക്കുന്നത് മറ്റ് റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയെ ബാധിക്കും. വാഹനത്തിന്റെ ബമ്പറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാൽനട യാത്രക്കാർക്കും മറ്റ് റോഡ് ഉപയോക്താക്കൾക്കും പരമാവധി സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലും ചെറിയ ആഘാതങ്ങൾ അബ്സോർബ് ചെയ്യത്തക്ക രീതിയിലുമാണ്. വാഹനത്തിന്റെ മുൻവശവും പിൻവശവും ക്രംബിൾ സോണാണ്. ഇനി ഇടി കിട്ടിയാൽ തകർന്നു പോകും വിധം സോഫ്റ്റ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബുൾബാർ, ക്രാഷ് ഗാർഡ് തുടങ്ങിയവ പിടിപ്പിച്ചാൽ
അപകടമുണ്ടാകുമ്പോൾ സെൻസറുകൾ കൃത്യമായി പ്രവർത്തിക്കാതെ വരികയും എയർബാഗ് വിടരാതിരിക്കാൻ കാരണമാകുകയും ചെയ്യും. കാറിനകത്തിരിക്കുന്നവർക്ക് ഇടിയുടെ ആഘാതം കൂടുതലായിരിക്കും. മാത്രമല്ല, ഈ ബുൾബാറുകൾ മൂലം കാൽനടയാത്രക്കാർക്കോ മറ്റുള്ളവർക്കോ ഗുരുതരമായി പരിക്കേൽക്കാനും സാധ്യത കൂടുതലാണ്. അതിനാൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ബുൾബാറുകൾ നമ്പർ പ്ലേറ്റുകളെയും മറയ്ക്കാറുണ്ട്. എൻജിൻ ട്യൂണിംഗ്. എൻജിൻ സ്പെസിഫിക്കേഷനിൽ മാറ്റം വരുത്തുന്നത് നിയമപരമായി ശരിയല്ല. ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്ന തരത്തിലാണ് കമ്പനികൾ എൻജിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ മാറ്റം വരുത്തുന്നത് എൻജിൻ്റെ പ്രവർത്തനക്ഷമതയെയും വാറണ്ടിയെയും ബാധിക്കും. ഇന്റീരിയർ ആക്സസറീസ് ഉപയോഗിച്ചാൽ. ഇന്റീരിയർ ആക്സസറീസ് ഉപയോഗിക്കുന്നതിലും വാഹന ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണം. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആക്സസറീസ് ഉപയോഗിക്കുമ്പോൾ വാഹനത്തിന്റെ ഇലക്ട്രിക് സർക്യൂട്ടുകൾക്ക് തകരാർ സംഭവിക്കാൻ ഇടയുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ്, പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്നതിലെ അപാകതകൾ മൂലം വാഹനങ്ങൾക്ക് തീ പിടിക്കാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വോൾട്ടേജ് കൂടിയ സ്റ്റീരിയോ തുടങ്ങിയ ഉപകരണങ്ങൾക്കായി കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയും വയറുകൾ, ഫ്യൂസ് കാരിയറുകൾ, ജോയിന്റുകൾ എന്നിവ ഓവർ ഹീറ്റായി തീ കത്താൻ ഇടയാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ അപകടകരമാണ്. കമ്പനി നിർദ്ദേശിക്കുന്ന ആക്സസറീസ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. വാഹനത്തിന്റെ പുറം കാഴ്ചയിൽ മാറ്റം വരരുത്. ഇന്റീരിയർ ആക്സസറീസ് ഉപയോഗിക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേകിച്ച് അനുമതി നൽകുകയോ കേസെടുക്കുകയോ ചെയ്യുന്നില്ല. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഈ മോഡിഫിക്കേഷനൊക്കെ. പക്ഷേ അത് നമുക്ക് ഒരിക്കലും അപകടമുണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ റോഡിലുള്ള മറ്റ് യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകടമുണ്ടാക്കുന്ന രീതിയിലോ ആകരുത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്. ഇപ്പോൾ മോട്ടോർ വാഹന നിയമം കേന്ദ്ര സർക്കാരാണ് അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ അതിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു വലിയ മാറ്റത്തിലേക്കൊന്നും കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കാറുണ്ടല്ലോ, കേരളത്തിൽ എന്താണ് ഇതൊന്നും നടക്കാത്തത് എന്നൊക്കെ. അവിടെ പറയാനുള്ളത്, മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല കേരളം ചില കാര്യങ്ങളിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആണ്. അതിലേറ്റവും ഉദാഹരണമായി എനിക്ക് എടുത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യം, കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഈ തമിഴ്നാട് ബോർഡറിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ആരും ഹെൽമെറ്റ് വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പോലീസുകാരുടെ മുൻപിലൂടെ ഹെൽമെറ്റ് പോലും വെക്കാതെ പോകുന്നവരുണ്ട്. പോലീസുകാർ അതൊന്നും കാര്യമാക്കാറ് പോലുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കേരളത്തിൽ വാഹന നിയമങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അത് പൊളിച്ചെഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. എന്തായാലും വി ഡി സതീശൻ പറഞ്ഞ വാക്ക് പാലിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ, അതായത് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ അദ്ദേഹം ചില പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതും നമ്മൾ പറയണമല്ലോ. പക്ഷേ രാഷ്ട്രീയക്കാരോടും പ്രത്യേകിച്ച് ഈ ഭരണകർത്താക്കളോട് പറയാനുള്ളത്, നിങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക. ഒരു ആവേശത്തിൽ കയറി ഒരു വാഗ്ദാനം കൊടുക്കരുത്. കാരണം പിന്നീട് ആ വാഗ്ദാനം നടപ്പായില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഒരു ചീത്ത പേരിനും കാരണമാകും. കാരണം വാക്ക് പാലിക്കാത്തവൻ എന്നുള്ള ഒരു പേര് കിട്ടും. അപ്പോൾ എന്തായാലും ഈ വാഹന മോഡിഫിക്കേഷൻ്റെ കാര്യത്തിൽ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ നിയമങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യത്തിൽ വാഗ്വാദങ്ങളൊക്കെ നടത്താൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.